ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ വിഭീഷണൻ ശ്രീരാമസന്നിധിയും, ശുഗബന്ധനം, സേതുബന്ധനം, രാവണ ശുഗ വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജ സേവാർത്ഥമായി ശോകം വിന നാളമാത്യരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാനതിദ്രുതം. ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിന്നേരെ മുകളിൽ നിന്നുച്ചൈസ്തരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിടിനാനെത്രയും ഭക്തിവിനയ വിശുദ്ധമതിസ്ഫുടം. രാമരമാരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയ നാദ ജയ ജയ രാജീവനേത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണി സീതാപദേ ജയ. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ ആംനായമൂർത്തേ രഘുപദേ ശ്രീപദേ. നാംനാ വിഭീഷണൻ തൊൽഭക്ത സേവകൻ ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ. ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുവെന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗം എല്ലാം ഉപദേശിച്ച തജ്ഞാനിയാകയാലേറ്റതിലേതുമേ സത്യമായുള്ളതു ചൊല്ലിയതേറ്റമപത്യമായി വന്നിതവന്നു വിധിവശാൽ. വാളുമായി എന്നെ വധിപ്പാൻ അടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താൽ അടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിന്നിഹ. നാലമാത്യന്മാരുമായി വിടകൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം തവ ചരണാംബുജം മേ ശരണം കരുണാംബുദേ. ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുത്തായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശ്വേശ്വ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാനമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിന്നിവനിൽ ഒരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്ന ഉത്തമമാകുന്നതെന്നതോർക്കേണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തൊന്നഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുത്തായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമൻ എത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം. നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളേവരും എന്നു വന്നിടുമോ. നല്ലവരുണ്ടാം
അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നതുപവന്നമെത്രയും വീര വിഭാകരപുത്ര. വരികടോ ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും. ജാമ്പവതാദിനിരിജ്ഞവരന്മാരെ. ഉർവശീനാശനായാൽ അവനാശ്രിതന്മാരെ. ജാമ്പവതാദിനിരിജ്ഞവരന്മാരെ. ഉർവീശനായാൽ അവനാശ്രിതന്മാരെ. സർവശോരക്ഷേച്ചുനശ്വ വചാനദി. രക്ഷിയാജ്ഞാനം ബ്രഹ്മഭാഗേവലം. രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. മുന്നമൊരു കബോധം നിജപേടയോടൊന്നിച്ചൊരുവനം തന്നിൽ നേവീടിനാൻ ഉന്നതമായൊരു പാദപാഗ്രേ. കഥാ ചെന്നോരു കാട്ടാളനെയ്തു കൊന്നിടിനാൻ. തന്നുടെ പക്ഷിണിയെ സുരകാന്തരെ വന്നൊരു ദുഃഖം പുറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും ദശാന്തരെ. വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ശരമാബ്ദി തന്നിൽ മറഞ്ഞിതു. ഖിന്നനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ. ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു. വന്നിയും തന്നുടെ കയ്യിലിരുന്ന കബോധിയെ വന്നിയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ. എന്നതുകൊണ്ടു വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതനു തന്നുടെ ദേഹവും നൽകിനാൻ. അൻപോടു വന്നിയിൽ വീണു കിരാതാശനാർത്ഥമായി. അത്ര പോലും വേണമാശ്രിത രക്ഷണം. മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിനെന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാനാരെ ഭയപ്പെടുന്നു. മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്രിയായി കേതുമിതു ചൊല്ലി മാനസേ. സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനെന്നും അഭയം കൊടുക്കുമതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമൊന്നും അറിക നീ. വന്നുകൂടാ നൂനമെന്നും അറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിന്ദീവരദള ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭപ്രസന്ന മുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേഷണം ശാന്തം ശരണ്യം വരണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കപികുലസേവിതം രാഘവം. കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന
ശ്രീരാമ രാക്ഷസ വംശവിനാശന ശ്രീരാമപാദാംബുജം നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമഃ. ചണ്ഡകോദണ്ഡധരായ നമോ നമഃ. പണ്ഡിത ഹൃൽ പുണ്ഡരീക ചണ്ഡാംശവേ ഗണ്ഡരപരസുപ്രിയായ നമോ നമഃ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമഃ. വിശ്വോദ്ഭവ സ്ഥിതി സംഹാര ഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമഃ. നിത്യമനാദിഗൃഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ. വിശ്വേശനാം നിന്തിരുവടിതാണല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാര കാരണൻ സന്തതം ജംഗമാജംഗമഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ. നിൻ മഹാമായ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വരുന്നതും എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നി തദ്വയമാം പരബ്രഹ്മം സനാതനം. അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം. പുത്രധാരാദി വിഷയങ്ങളതിൽ ശക്തി കലർന്നു ആ ശക്തി കലർന്നു രമിക്കുന്നിതന്വഹം. ആത്മാവിനെ അറിയായികയാൽ നിർണയമാത്മനി കാണേണമാത്മാനമാത്മന. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താലൊടുക്കം അനാത്മനാമാദികാലേ സുഖമെന്നു തോന്നിക്കുമതേതും വിവേകമില്ലാതവർ മാനസേ. ഇന്ദ്രാഗ്നി ധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രാജാഹിപാദികളൊക്കവേ ചിന്തിക്കിലോ നിന്തിരുവടി നിർണയവും അന്തവും ആദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ. സ്ഥൂലങ്ങളിൽ വെച്ചതിസ്ഥൂലനും ഭവാൻ നൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ. മാനമില്ലാതെ മഹത്വത്വവും ഭവാൻ സർവലോകാനാം പിതാവായതും. ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം. എനിക്കനിവോടു കണ്ടതിൻ്റെ ഫലമിന്നു തന്നെ വരുത്തേണം. അതിന്നു നീ ലങ്കാധിപനിവനെന്ന അഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്തിടുക. സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം. അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും അൽക്കഥയും ജഗത്തിങ്കലുമുള്ളിന്നിവൻ വാഴ്ക ലങ്കാരാജ്യമേവം മമാജ്ഞയ. ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ. ലങ്കാപുരാധിപത്യാർത്ഥം അഭിഷേകമൻപോടു വാദ്യഘോഷേണ ചെയ്തിടിനാൻ. വമ്പരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാർ. ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആദിവേറിട്ടു ചെയ്തിടിനാരാധരാൽ. അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അല്പപുരുഷോത്തമനെ ഭജിച്ചിടിനാർ. ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും അന്തർമുദാ സിദ്ധവിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതോ ദേവീനിനാദം മുഴക്കിനാരും വരും. പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ ഉണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ. പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. രാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനി കേവലം. ഞങ്ങളും മുന്നടക്കുന്നുണ്ടോ സേവയാ സിദ്ധിക്കുമേറ്റം അനുഗ്രഹം. സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോടു ചൊല്ലിടിനാൻ.
സാക്ഷാൽ ജഗന്മയനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധു ശത്രുക്കൾ എന്നുള്ളതുമില്ല കേൾ. ഗൂഢസ്ഥനാനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ. മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നതോ ഗൂഢത്രിഗുണഭാവേന മായാബലാൽ. തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ടദ്വയഭാവേന സേവിച്ചുകൊള്ളുക നാം. ഭക്തങ്കരപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാർ. ശുഗബന്ധനം. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷേണ വന്നു ശുഗനാം നിശാചരൻ. പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. രാക്ഷസാദീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കരസൂനോ പരാക്രമവാരിതേ. ഭാനുതനയനാം ഭാഗതയാംബുദേ വാനരരാജ മഹാകുല സംഭവ. ആദിദേന്ദ്രസുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം നിന്നോടു. വൈരമെനിക്കേതുമില്ല മറ്റെന്നാൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം രാജേന കൊണ്ടുപോന്നേനദീനെന്തുതേ. മർക്കടസേനയോടുമതി വിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പോയിക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലമെന്നുടെ ലങ്കാപുരമെടോ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയോധവും എന്തൊന്നു കാട്ടുന്നിരന്നോടിവിടെ വന്നന്ധകാരം നിനച്ചിടായിക നീ വൃഥാ. ഇത്തം ശുഗോക്തികൾ കേട്ടു കപികുലമുത്തായ ചാടിപ്പിടിച്ചാൽ അതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗനതി ക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിതേ രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്കാശു മാനവ വീരഹദോഹം പ്രവാഹിമാം. ഇത്തം ശുഖപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാനന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാൻ എന്തൊന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിടുവെന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശു ശുഗനോടു സത്വരം. ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലേണമാശു സപുത്രബലാന്യുതം ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്ധയ്ക്കു രണ്ടില്ലതീനെന്നു ചെന്നു ചൊല്ലിടുന്നു. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്ക് അന്യോദ്ഭവൻ താനുമരുൾ ചെയ്തു വാനരന്മാരെ ശുഗനെ ബന്ധിച്ചുകൊണ്ടൂനം ഒഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ. ഞാനുര ചെയ്തേ അയക്കാ ഇതെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടേടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിടിനാൻ. വാർത്തകളുള്ള വണ്ണം അതു കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം ചീർത്തഖേദത്തോടു ദീർഘമായ ഏറ്റവും വൈർത്തുപായങ്ങൾ ആണാഞ്ഞിരുന്നീടിനാൻ. സേതുബന്ധനം. തൽക്കാലം അർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കബീവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായ ഒരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്ദിതു തോന്നിയതെങ്ങനെയെന്ന് അർണവ തീരെ കിഴക്കു നോക്കി തൊഴുതർണോജല
ലോചനനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മുന്നഹോരാത്രം ഉപാസിച്ചിരിങ്ങനെ. സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വം മാംസമേതോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതം. അതിദുർഗന്ധം എത്രയും ഞാൻ എന്ന ഭാവം അതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതോർക്ക നീ. ഹന്ത ജഡാത്മകമായ കായത്തിങ്കൽ എന്തൊരവസ്ഥ ഭവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാദകൗഖങ്ങൾ കൃതങ്ങളാകുന്നതും. ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാൻ ഇന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകജരാ മരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനീ. ആത്മാവ് നിർമ്മലൻ അവ്യയൻ അദ്വയൻ ആത്മാനമാത്മനാ കണ്ടു തെളികനീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ആസക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സുഖരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൻ. പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം ധന്യനായുള്ളവൻ ഓർക്ക മഹാമതി. പൗലസ്ത്യപുത്രനം രമണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരത ബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ. പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെയുന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ ആശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാ പരനദ്വയൻ സീതയെ രാമന് കൊണ്ടക്കൊടുത്തു തൽപാദ പത്മാനുചരനായി ഭവിക്കണേ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായെങ്കിൽ ആശു കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിൽ ഒരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു, നല്ല ജനത്തോട് ചോദിച്ചു കൊൾകെടോ. രാമരാമേരി രാമേരി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോട് രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം. ദേവം മരതകാന്തികാന്തം രമാസേവിതം ശാപബാണായുധം രാഘവം. സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം യശാനിഗുണം വിഭീഷണസേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടും അതിനില്ല സംശയം. ഇത്തം ശുഗ വാക്യമജ്ഞാനനാശനം ശ്രുത്വാദശാസ്യനും ക്രോധതാമ്രാക്ഷനായി. ദഗ്ധനായി പോകും ശുഗനെന്നു തോന്നുമാർ അന്ത്യരോഷേണ നോക്കിയുര ചെയ്താൻ. വൃത്യനായുള്ള നീ ആചാര്യനെപ്പോലെ നിഷ്പ്രഭം ശിക്ഷ ചൊൽവാനെന്തു കാരണം? പണ്ടു നീ ചെയ്തൊരുപകാരം ഓർക്കയാലുണ്ടു കാരുണ്യമെനിക്കതുകൊണ്ടു ഞാനിന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുക്കാൻ ക്ഷമയെനിക്കുമില്ല. എന്നുടെ മുന്നിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കെന്നുമേ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തന്മന്ദിരം കുത്തിരുന്നീടിനാൻ. ശുഗന്റെ പൂർവവൃത്താന്തം. രാമണശ്രേഷ്ഠൻ പുരാ ശുഗൻ നിർമ്മലൻ രാമണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനത്വവും കൈക്കൊണ്ടു ദേവകൾക്കഭ്യു ദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ.
യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയ വൃന്ദാരകാഭ്യുദയർത്തിയായി രാക്ഷസൻ ഇന്ദാപരനായി മരുകും ദശാന്തരെ. നിർജര വൈരി കുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ട്രൻ മഹാദുഷ്ട നിശാചരൻ എന്തൊന്നു നല്ലു സുഖാപകരത്തിനെന്നന്തരവും പാർത്തിരിക്കും വിധോ കുംഭോദ്ഭവനാമഗസ്ത്യൻ ശുക്രാശ്രമെ സംപ്രാപ്തനായോ നൊരു ദിവസം ബലാൽ സമ്പുജിതമാം അഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനൗ കുംഭോദ്ഭവേ തഥാ യാതു ദാനാധിപൻ വജ്രദംഷ്ട്രാസുരൻ. ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തരാ ചൊന്നാൻ ശുകനോടു മന്ദഹാസ്വാന്വിതം ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയിട്ടുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമിന്നു നമുക്കെടോ ചാകമാംസം വേണമല്ലോ കറീമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേ ശുകൻ പത്നിയോടും തഥാ ചൊന്നാനങ്ങ് അങ്ങനെ എന്നവളും ചൊന്നാൾ. മധ്യേ ശുകപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രൈവ വജ്രദംഷ്ട്രൻ മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും വൃദ്ധനായി ക്ഷിപ്രം ശുകനെ ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായി ഇനി പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ. ഇത്തം ശപിച്ചതു കേട്ടു ശുകൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കണമെൻ എനിക്കെന്ന് ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിന്നു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലെന്തോ പറഞ്ഞതു നീ സഖേ നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം എന്നതു കേട്ടു ശുകനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞു. മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ ഏതുമിളകീല വാരിതിയും അതിക്രോധേന രക്താന്ത നേത്രനാം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി നീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചീരുവൻ മുന്നം മദീയ പൂർവന്മാർ വളർത്തതു നിന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയെ വാഴുകില്ലെന്നുമേ നഷ്ടമാക്കിയതുവൻ വെള്ളം കബീകുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു. വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമേൻ ദുർവാരമായ ശീലീമുഖവിക്രമം ഭസ്മമാക്കിടുവൻ വരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വിരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും ശോഭിച്ചു വിട്ടാൽ കവിഞ്ഞു വന്നു തുങ്കമായ തരംഗാസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നി അത്യുഗ്രനക്രതി നിശ്ചസാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞോരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വെച്ചു സ്ത്രപ്പം ദണ്ഡന നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ ത്രാഹിമാം ത്രാഹിമാം പൗരസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമരമാപദേ. ആദികാലേ തവ മായാഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്ദിലോ മതി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി ഇഷ്ടമിതാർക്കു നീക്കാവൂ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും. മുന്നേ ഭവന്യോഗ സ്വഭാവത്തെ നദ്യത കർത്തുമാരുള്ളതു ശക്തരായി മുന്നേ ഭവന്യോഗ സ്വഭാവത്തെ നന്യതാ കർത്തുമാരുള്ളതു ശക്തരായി. താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാധികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ
വൈരാജനാമാവാനായി ചമഞ്ഞു ഭവാൻ കാരണപൂരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായിതു ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോ ഭൂതങ്ങളായി രജേശാദികൾ. തത്തമോ ഭൂതനായി ഭൂതപതിദാനും ഉത്തമ പുരുഷരാമ ദയാനിധേ. മായയാ ഛന്നനായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ കൈകൊണ്ട നാരദം നിർഗുണനായി സദാ ചിദ്ഗണനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോശതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗ പ്രാപകമോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാ ലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം. ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമ ലങ്കാമാർഗമാശു ദദാമി തേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനും അരുൾ ചെയ്തു. ബാണം മതിയമ മോഹമതിന്നിഹ വേണമൊരു ലക്ഷ്യം എന്തതിനുള്ളതും പാട്ടമില്ലാതൊരു ലക്ഷ്യം അതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാന്നിതേ. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യോന്യ കാരുണ്യ സിന്ധോ ജഗൽപതി. ഉത്തരാസ്യാം ദിശി മത്തീരഭൂതലെ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മക്കളുണ്ട് ദിശാചരരെത്രയും ഭാരം ഉപദ്രവിച്ചീടുകാൽ അവിടെ കയക്ക ബാണം തവനോപകാരമാമതു നിർണയം. രാമനും ബാണമയച്ചാൻ അതു നേരമാമയം തേടിയിടുമാബീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും ബുക്കിതാതരാൽ ആ ബീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ. തൽക്കൂലദേശവും വന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരം അന്നേരമാകുലമെന്നിയേ മജ്ജലേ സത്വരം. സേതു ബന്ധിക്ക നളനാം കവിവര സേതും അവനൊരു ദണ്ഡമായുണ്ടായി വര. വിശ്വകർമാവിൻ മകനാനവനാകയാൽ വിശ്വശില്പ പ്രക്രിയ തൽപരനെത്രയും വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു. തൊഴുതുടനബ്ദിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ. തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിടു സേതു സംബന്ധനെ. തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വത തുല്യ ശരീരികളാകിന ദുർവാര്യ വീര്യമി എന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരഭ പർവ്വത പാഷാണ പാദജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരേ കുണ്ടവിഹീനം അടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായതമായുടനീരഞ്ചു യോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ. വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനനേവമരുൾ ചെയ്തു. യാതൊരു മർത്യൻ ഇവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹ. മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങിപ്പുറപ്പെട്ടു ശുദ്ധനായി. കുണ്ടത കൈവിട്ടു വാരാണസി പുക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം. ഗംഗാസലിലവും കൊണ്ടുപോന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത. ശ്രീമത്സമുദ്രേ കളഞ്ഞു തദ്ഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനെന്നോട് സായുജ്യം വരും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു. രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുത മദ്രിപാഷാണ തരുക്കളലബ്ദിനെ തീർന്നു 14 യോജന
തീർന്നിത് 20 യോജന. പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന. 4-ാം ദിനം 22 23 5-ാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനായതം. ചഞ്ചലമെന്നിയെ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ടേ കരേറിരകൂത്തമൻ താരേയ കണ്ടേ സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബേലാചലമുകളേറിനാർ വാനരസേനയോടും ദ്രുതം. ലങ്കാപുരാലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിടു ജംബാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. സ്വർണമയധ്വജ പ്രാകാര തോരണപൂർണം മനോഹരം പ്രാസാദസങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല പരികശദഗ്നി സമന്വിതം. പ്രാസാദമൂർധ്നി വിസ്തീർണദേശേ മുദാ വാസവതുല്യപ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭിസംകുലെ രത്നദണ്ഡാതപത്രൈരുപശോഭിതേ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലതരുണിമാരെ കൊണ്ടു വീച്ചു നീലശൈലാപം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘൂത്തമൻ. വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ മുന്നേ. നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയക്കാമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. രാവണ ശുക സംവാദം. പങ്ക്തിമുഖനും അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകെടോ? വാനരേന്ദ്രന്മാരറിഞ്ഞോ പിടിച്ചഭിമാന വിരോധം വരുത്തിയാരോ? തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടടോ. രാത്രിജ്ഞരൊക്കികൾ കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിയിടിനാൻ. രാക്ഷസ രാജപ്രവര ജയ ജയ മോഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊരന്തരമെന്നിയെ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമപ്രഭോ പാഹി പാഹീരി ഞാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു അയപ്പിനെന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാരതു കണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവവീരൻ അനുജ്ഞയാ സാദരം. പിന്നെ രഘൂത്തമൻ എന്നോട് ചൊല്ലിനാൻ ചെന്നു, നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറിച്ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്തനായി കൊന്നിങ്ങിരുന്നു കൊണ്ടു ഭവാൻ. പോരും ഇതിനു ബലമെങ്കിൽ എന്നോട് പോരിനായി കൊണ്ടു പുറപ്പെടുക. ശുനീ ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിച്ചെടു തെന്നുള്ളിൽ വന്നിങ്ങു തെന്നുള്ളിൽ വന്നിങ്ങു പുക്കൊരു രോഷവുമാശു തീർത്തിയിടുവൻ. രക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക ശുനീ എന്നരുളി ചെയ്ത് ഇരുന്നരുളിയിടിനാൻ. നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യബലം ദശകണ്ഠപ്രഭോ കവി പുങ്കവ പാലിതം. പർവ്വത സന്നിപന്മാരായ വാനരൻ ഉർവി ഉലുങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർഭം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിക സംഖ്യാവതാം വരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവർ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടുവാൻ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോടും നീലനാം സേനാപതി
വന്യനന്ദനൻ. അംഗദനാകും ഇളയ രാജാവതിനങ്ങേതു പത്മകിഞ്ചൽ കസമപ്രഭൻ വാൾ കൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദന ദൃശ്യം